ഇപ്പം കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ വളരെ അടുത്ത് ഇടപഴകുമ്പോൾ അവരുടെ ഓരോ ഭാവവും നമുക്ക് പഠിക്കാനും പിന്നീട് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അത് ഗുണകരമായി വരാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്രയ്ക്കൊന്നും ഞാൻ പഠിക്കൂല. അത്രയ്ക്കും ഒരാളുടെ കൂടെ അടുപ്പമായിട്ട് അവരുടെ ഗുണങ്ങളൊന്നും പഠിച്ച് അഭിനയിക്കുന്ന ഒരാളല്ല. ബട്ട് നമ്മുടെ ജോലി ചെയ്യുക ആൻഡ് പോവാ, അത്രേ ഉള്ളൂ. സോ എല്ലാവരും അങ്ങനെയാണ്. എസ്പെഷ്യലി മലയാളത്തിൽ ഭയങ്കര അടുപ്പം, ഭയങ്കര ക്ലോസ് ഒന്നും അല്ല. അവരവരുടെ ജോലി ചെയ്യാൻ പോവാ. അപ്പോൾ ഈ ലളിത പത്മിനി രാഗിണിമാരുടെ ഏകയാങ്ങളയുടെ മകളാണ്. ഈ ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നുള്ള ഖ്യാതിയുണ്ട്. ജീവിക്കാനുള്ള സാഹചര്യം കാര്യമായി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു സ്റ്റേറ്റസിനെ കുറിച്ചുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ വിചാരമേ ഇല്ലായിരുന്നു. കുട്ടിക്കാലത്ത് അങ്ങനെ ഒന്നും വിചാരമില്ലായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി അത് എനിക്കൊരു നല്ല ഒരു ഹെൽപ്പായിരുന്നു. ഒരു നല്ല ഒരു ട്രഡിഷൻ. പിന്നെ ഓവർ എക്സ്പെക്റ്റേഷൻസും ആയിരുന്നു. മലയാളത്തിൽ ഓക്കെ, ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഹിറ്റായി. പക്ഷെ തമിഴിലും ഞാൻ ചെയ്ത പടം അത്രയൊന്നും ഓടിയിട്ടില്ല. അപ്പോൾ ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷൻ, പിന്നെ ഓഡിയൻസിന് ഡിസപ്പോയിൻമെൻറ്റ്. പക്ഷെ എപ്പോഴും ആ ആർട്ടിസ്റ്റിന് ആ ബാലൻസ് വേണം. മലയാളത്തിലെല്ലാം സൂപ്പർ ഹിറ്റാണ്. പിന്നെ തമിഴിൽ അങ്ങനെ അത് അപ്പോൾ തന്നെ ചെയ്യുമ്പോൾ എല്ലാം സൂപ്പർ ഫ്ലോപ്പായി പോയ സിനിമയായിരുന്നു. സോ ഇങ്ങനെ ബാലൻസിൽ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ വേണം ലൈഫിൽ. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ശോഭനയെ വേണ്ട വിധം മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ ശോഭനയെ തെറ്റിദ്ധരിച്ചു എന്നൊരു തോന്നലുണ്ടോ? ഇല്ലല്ലോ. ആര്? അല്ല, ആരെങ്കിലും, പൊതുസമൂഹമോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ? അതങ്ങനെ ലൈഫിൽ എല്ലാവരും വന്ന് പോവില്ലേ അങ്ങനത്തെ ഇൻസിഡൻസ്? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു സിനിമ പേഴ്സണാലിറ്റി ഒരു സിനിമ പെർസോണ എങ്ങനെ വേണമെന്ന് തോന്നുന്നു. അങ്ങനല്ല. സിനിമയിൽ നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുക. പക്ഷെ നമ്മൾ സാധാരണ ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് ഈ സാധാരണമായിട്ട് പിണക്കവും കുറച്ച് അധിക സംസാരവും ഓർ ഈ വാട്ടെവർ അതൊക്കെ ഉണ്ടാവും ലൈഫിൽ. എല്ലാവർക്കും ഉണ്ടാവില്ലേ അത്? ഞാൻ ചോദിക്കുന്നത്, ഒരു കലാകാരി എന്തായാലും വളരെ ടാലന്റ് ഉള്ള ഒരു കലാകാരിയാണ്. അങ്ങനെയുള്ള കലാകാരന്മാർക്ക് പലപ്പോഴും നമ്മൾ തന്നെ പറയുന്നത് പോലെ ചില പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ? എനിക്ക് ഞാൻ ഫ്രാങ്കായിട്ട് പറയട്ടെ, ഇതാണ് ട്രൂത്ത്, ഇതാണ് ഇതിൻ്റെ ഫ്രാങ്ക്. ഞാൻ എൻ്റെ ജോലിയിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. എപ്പോഴും എല്ലാം ഡീറ്റെയിൽസ് ഞാൻ നോക്കും. പിന്നെ ജോലി എന്ന് വെച്ചാൽ എനിക്ക് രണ്ട് ജോലിയുണ്ട്. സിനിമയിൽ ഷൂട്ടിംഗ്, പിന്നെ ഡാൻസ്. ഈ സിനിമയിൽ ഷൂട്ടിങ്ങിൽ നമുക്കൊന്നും പറയാനില്ല. ഡയറക്ടേഴ്സിൻ്റെ ഓർഡേഴ്സാണ്, സ്ക്രീൻ റൈറ്റേഴ്സ് എഴുതാണ്, നമ്മൾ പഠിച്ച് ചെയ്യുക. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയും, പടം ഓടുക. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഇൻഡസ്ട്രി. അവിടെ നമ്മൾ പോയി നമ്മുടെ അഭിപ്രായം അങ്ങനൊന്നും പറയേണ്ട ആവശ്യമല്ലായിരുന്നു എനിക്ക്. ബിക്കോസ് ഞാൻ വളരെ നല്ല പേര് പോയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. പിന്നെ രണ്ടാമത്തത് വർക്ക് ഡാൻസിൽ ഞാനാണ് ബോസ്. അപ്പോൾ ഞാൻ പറയും. അപ്പോൾ ഞാൻ പറയണത് എല്ലാം അവിടെ ശരിയാണ്. സോ ഇത് കഴിഞ്ഞിട്ട് പേഴ്സണൽ സ്പേസ് ആണ്. ഞാനും എൻ്റെ അമ്മയും ഫ്രണ്ട്സിന് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ അവർക്ക് തന്നെ അഡ്വൈസ് ചെയ്യണ ആള് ഞാനാണ്. അപ്പോൾ ഇതിന് എല്ലാ സമയത്തിലും പിന്നെ വാട്ട് ഈസ് എ പ്രോബ്ലം? സോ ഇത്രയും ഡീറ്റെയിൽഡ് ആയ വർക്ക് ലൈഫ് ആവുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് ഭയങ്കര സിമ്പിളായി പോകും. കലാപാരമ്പര്യമുള്ള ആ കുടുംബത്തിൽ അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഈ മനസ്സിലൊരു ലക്ഷ്യമായിരുന്നു ഈ സിനിമയിൽ വരിക അല്ലെങ്കിൽ ഒരു നർത്തകിയാവുക എന്നത്. ഞാൻ ആ ലക്ഷ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 14-15 ആവണ്ടേ. അതിന് മുമ്പ് തന്നെ ഞാൻ വന്നുപോയി. സോ അതിനൊന്നും ആലോചിക്കാൻ സമയമില്ലായിരുന്നു. ജസ്റ്റ് ഒരു ലക്ക്, ഒരു സിനിമ വന്നു. അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നു, അമ്മയ്ക്കില്ലായിരുന്നു. അതേപോലെ ഡാൻസിനും അമ്മയ്ക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പ്രോത്സാഹിപ്പിച്ചു എന്നെ ഡാൻസിന്. അച്ഛന് ഇഷ്ടമില്ലായിരുന്നു ഡാൻസ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ. അച്ഛൻ പറയും, എന്താ അമ്മ, ഒരു പ്രൊഫഷണൽ ഡാൻസർ ആവണമെങ്കിൽ ഭയങ്കര ഒരു ശാരീരികമായിട്ട് ഒരു സ്ട്രെയിൻ അല്ലേ. നമ്മൾ ആ എക്സസൈസ് ചെയ്യണതും സാധകം ചെയ്യണതൊക്കെ 8 മണിക്കൂറൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഒരു അച്ഛനായ രീതിയിൽ ഇതൊന്നും വേണ്ട, നമുക്ക് സിനിമ കുറച്ചും കൂടി ഈസിയാണ്. അമ്മയ്ക്ക് ഡാൻസർ ആകണം എന്ന് ആഗ്രഹം. അമ്മ ഡോക്ടറാണ്. സോ അമ്മയ്ക്ക് ഇത് മനസ്സിലാവാത്ത ഒരു ഫീൽഡാണ്. സോ പിന്നെ ജെനറ്റിക്സ്, സോ അതൊക്കെ വിശ്വസിച്ച് ഷീ വാസ് സപ്പോർട്ടിങ് മീ. പക്ഷെ ഇപ്പോൾ ആരുടെ സ്വാധീനതയാണ് കൂടുതലുള്ളത്? ഏതൊക്കെ ഉണ്ട് ഓപ്ഷൻസ്? എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛൻ്റെ സഹോദരിമാരുണ്ട്. ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് അച്ഛനായിരുന്നു.
പിന്നെ കുറച്ച് ഒരു ഇമോഷണൽ സപ്പോർട്ട് അമ്മയായിരുന്നു. പിന്നെ എൻ്റെ ഗുരു, ഡാൻസ് എടുക്കാൻ നല്ല സപ്പോർട്ട് ഗുരുവായിരുന്നു, ശ്രീമതി ചിത്ര വിശ്വേശ്വരൻ. പിന്നെ ഐ എം ക്വൈറ്റ് സെൽഫ് മെയ്ഡ്. എനിക്ക് അങ്ങനൊന്നും ആരും അങ്ങനെ കേട്ട് ചെയ്യുന്ന ആളല്ല, എനിക്ക് തന്നെ തോന്നി. പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം ഈസി ആയിരുന്നു, അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. അച്ഛൻ്റെ സഹോദരിമാരുടെയും അതുപോലെ ബന്ധുവായ സുകുമാരിയുടെയും അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനതയുണ്ടോ? ജനറ്റിക് ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഒരു ജനറ്റിക് ഇൻഫ്ലുവൻസ്. പക്ഷെ ഞാൻ ജനിക്കുമ്പോൾ ഒക്കെ അവർ കല്യാണം കഴിച്ച് വേറെ വേറെ സ്ഥലത്തിലേക്ക് പോയി. അപ്പം അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ പെർഫോമർ ആയി കഴിഞ്ഞിട്ട് അവരൊക്കെ കണ്ടിട്ട്, അവരെന്ന് വെച്ചാൽ പപ്പിയമ്മ മാത്രം കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു സപ്പോർട്ടാണ്, എന്നെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മേ ബി ബാലചന്ദ്രൻ മേനോൻ എന്നെ തിരിച്ചയച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ എന്നെ രാജ് കപൂർ ബുക്ക് ചെയ്യുമായിരുന്നു.